നമസ്കാരം. കേരളത്തിന്റെ ഭരണസ്ഥിര കേന്ദ്രമാണ് സെക്രട്ടേറിയറ്റ്. 10 വർഷത്തിന് ശേഷമാണ് കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാകുന്നത്. 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ശേഷം UDF ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന്റെ ചിട്ടവട്ടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട വലിയ മാറ്റങ്ങളുണ്ട്. അതായത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്ന വലിയ നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു. സെക്രട്ടേറിയറ്റിലേക്ക് ഇപ്പോൾ മന്ത്രിമാരെയും അതുപോലെ തന്നെ മറ്റുദ്യോഗസ്ഥരെയും ഒക്കെ കാണുന്നതിനായി ആർക്കും വരാം എന്ന സ്ഥിതിവിശേഷമുണ്ട്. വലിയ നിയന്ത്രണങ്ങളില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട UDF എന്ന മുന്നണിയുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളാണ് സെക്രട്ടേറിയറ്റിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നത്. നിയന്ത്രണങ്ങൾ മാറ്റി നിർത്തിയപ്പോൾ വൻ ആൾക്കൂട്ടം തന്നെ സെക്രട്ടേറിയറ്റിനകത്തേക്ക് ഇരച്ചു കയറുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഖദർധാരികളും അതുപോലെ തന്നെ ഭരണമുന്നണിയുമായി ബന്ധപ്പെട്ട ധാരാളം ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായി സെക്രട്ടേറിയറ്റിൽ എത്തുന്നു. അതായത് ഈ സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന്, ട്രാൻസ്ഫർ പോലെയുള്ള ശുപാർശകൾ നേടിയെടുക്കുന്നതിന്, ഇതിനൊക്കെയായിട്ടാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭരണമുന്നണിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയക്കാരും പ്രാദേശിക നേതാക്കളുമെല്ലാം സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നത്. യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ ഇവർ സെക്രട്ടേറിയറ്റിന്റെ വിവിധ മേഖലകളിലേക്ക് കടന്നു കയറുകയാണ്. ഇത് സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതായത് സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ പ്രവർത്തനം അടക്കം, ജീവനക്കാരുടെ ജോലി അടക്കം ഇതുമായി ബന്ധപ്പെട്ട തിരക്കുകൾ കാരണം തടസ്സപ്പെടുത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം ഇങ്ങനെയുള്ള തള്ളിക്കയറ്റം മൂലം, അതായത് സെക്രട്ടേറിയറ്റിന്റെ സാൻഡ്വിച്ച് ബ്ലോക്ക് അതോടൊപ്പം തന്നെ അനക്സ് ഇവിടങ്ങളിലെ 2 ലിഫ്റ്റുകൾ ഭാരക്കൂടുതൽ കാരണം തകരാറിലായിരുന്നു. അതായത് ഈ ലിഫ്റ്റുകൾ തകരാറിലായത് 6 പേർക്ക് സഞ്ചരിക്കാവുന്ന ലിഫ്റ്റുകളിൽ ഇരട്ടിയിലധികം ആളുകൾ കയറുന്നുണ്ട് ഒരേ സമയം. തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ ജീവനക്കാർ ബുദ്ധിമുട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ലിഫ്റ്റ് അടക്കം രണ്ട് ലിഫ്റ്റുകളടക്കം തകരാറിലാകുന്ന, ഭാരക്കൂടുതൽ കാരണം തകരാറിലാകുന്ന സാഹചര്യമുണ്ടായി. ഈ ലിഫ്റ്റുകളുടെ സാങ്കേതിക തകരാർ അടിയന്തരമായിട്ട് പിന്നീട് ജീവനക്കാർ പരിഹരിക്കുകയായിരുന്നു. സുരക്ഷാപരമായ ആശങ്കയും ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റിയത് മൂലം ആളുകൾ തള്ളിക്കയറുന്നത് കാരണം ഉണ്ടാകുന്നുണ്ട്. സുരക്ഷാ ജീവനക്കാരും ഇക്കാര്യത്തിൽ പരാതി പറയുന്നുണ്ട്. ആരാണോ എന്താണെന്നോ അറിയാതെ ധാരാളം ആളുകൾ സെക്രട്ടേറിയറ്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് കടന്നുകയറി ഓരോ ആവശ്യങ്ങൾക്കുമായി എത്തുന്നു. നിയന്ത്രണങ്ങൾ കുറച്ചെങ്കിലും വേണമെന്ന അഭിപ്രായമാണ് ജീവനക്കാരുടെ സംഘടനകൾക്കടക്കമുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരായ ആളുകൾക്കും ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. രാഷ്ട്രീയമായ മറ്റ് ശുപാർശകൾക്കോ അല്ലാതെ നേരിട്ട് സാധാരണക്കാരായ ആളുകൾ കൃത്യമായിട്ട് അവരുടെ ആവശ്യങ്ങൾക്കായി സെക്രട്ടേറിയറ്റിൽ എത്തുന്നവർക്കും ഇത്തരത്തിലുള്ള ആളുകളുടെ, രാഷ്ട്രീയക്കാരുടെയും പ്രാദേശിക നേതാക്കളുടെയും കടന്നുകയറ്റം കാരണം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പരാതി പരിഹാര സെല്ലിൽ അടക്കം എത്തുന്ന സാധാരണക്കാരായ ആളുകൾക്കും ഇത്തരം ജനക്കൂട്ടം ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നാണ് റിപ്പോർട്ട്. എന്തായാലും ഈ അനധികൃതമായി അല്ലെങ്കിൽ സുരക്ഷാ നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റിയതോടുകൂടി വന്ന ബുദ്ധിമുട്ടുകൾ അത് ഇപ്പോൾ ജീവനക്കാരുടെ സംഘടനകളടക്കം വലിയ പരാതിയായി ഉന്നയിക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് പരിസരത്തു നിന്നും ക്യാമറമാൻ അശ്വിനൊപ്പം കുമാർ സംയോഗി, മലയാളി വാർത്ത.